ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് ചിത്രീകരിച്ച യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമം. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മാലിന്യം തള്ളിയ വാഹനം യുവാക്കളെ പിന്തുടരുകയും ESI ജംഗ്ഷന് സമീപം ഇടിച്ചു വീഴ്ത്തുകയുമായിരുന്നു. പരിക്കേറ്റ 2 യുവാക്കൾക്കും ദേഹമാസകലം മുറിവുകളുണ്ട്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, എന്താണ് ഈ സംഭവം? സജിത്ത്, തീർച്ചയായും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ 29-ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആലപ്പുഴ പാതിരപ്പള്ളി ജംഗ്ഷന് തൊട്ട് മുമ്പ് ഇവിടെ റേഡിയോ സ്റ്റേഷന് മുൻവശത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് റേഡിയോ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്ത്, വലിയ കലൂർ ക്ഷേത്രത്തിനടുത്തായുള്ള ഭാഗത്ത് കക്കൂസ് മാലിന്യം തള്ളുന്നത് കണ്ട 2 യുവാക്കൾ, അവർ അത് പാതിരപ്പള്ളി സ്വദേശികളായ ആളുകളാണ്. അവരത് ചിത്രീകരിച്ചു. അതായത് ആദ്യം വാഹനത്തിന്റെ പിന്നിൽ നിന്നു, അതിനുശേഷം പിന്നിൽ തന്നെ, അതായത് ഇവർ ഇരുചക്ര വാഹനത്തിൽ രാവിലെ ജോലിക്ക് പോയ ആളുകളാണ്. ഒരാൾ എറണാകുളത്ത് IT-യിൽ ജോലി ചെയ്യുന്ന ആളാണ്, മറ്റൊരാൾ കായംകുളത്തും. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് ജോലി ചെയ്യേണ്ട ആളെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയ ശേഷം മറ്റാൾ, 2 പേരും ബന്ധുക്കളും തൊട്ടടുത്ത് തന്നെ ഉള്ള ആളുകളുമാണ് യുവാക്കൾ. ഇവർ ഒരാളെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് മറ്റേയാൾ കായംകുളത്തേക്ക് പോകാനായിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 5:30 ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിനോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെയാണ് ഹൈവേയുടെ സൈഡിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് ഇവർ കാണുന്നത്. തുടർന്ന് ഈ യുവാക്കൾ വാഹനത്തിന്റെ പിന്നിലൂടെ പോയി വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ പിൻഭാഗം മറച്ചു വെച്ച നിലയിലായിരുന്നു. പിന്നീട് ഇവർ വാഹനം നിർത്താതെ തന്നെ ഇരുചക്ര വാഹനത്തിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നു. ഫ്രണ്ടിൽ ആ നമ്പർ പ്ലേറ്റ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആണ് അവിടെ നിന്ന് തന്നെ ഇവർക്ക് ആക്രോശം കേട്ടു. ഇവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ആ ശബ്ദം ഉൾപ്പെടെ, കാരണം നമ്പർ പ്ലേറ്റ് ദൃശ്യങ്ങൾ, ഇവരെടുത്ത വീഡിയോയിലെ ദൃശ്യങ്ങൾ പ്രകടമല്ല, കാരണം ഹൈ ബീമിൽ ലൈറ്റ് ഇട്ടേക്കുവാണ്, അതുകൊണ്ട് തന്നെ എടുക്കാം. പക്ഷേ ആ ആക്രോശം, ഭീഷണി നമുക്ക് അവിടെ തന്നെ കേൾക്കാം. അതിനുശേഷം ഇവർ മുന്നോട്ട് സഞ്ചരിച്ച് ആദ്യം ഇവരെ വലിയ കലൂർ ജംഗ്ഷന് സമീപം വെച്ച് തന്നെ ഇവർ വാഹനം, അതായത് ഈ കക്കൂസ് മാലിന്യം തള്ളിയ ആ ടാങ്കർ ഫ്രണ്ടിലേക്ക് നിർത്തി ഇവരെ ഇടിച്ചു വീഴ്ത്താൻ ആദ്യം അവിടെ ശ്രമിക്കുന്നു. അതിനുശേഷം ഈ വാഹനം പിന്നീട് മുന്നോട്ട് പോവുകയും ESI ജംഗ്ഷന് വെച്ച് ഈ 2 യുവാക്കളെയും അവിടെ ഇടിച്ചു വീഴ്ത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ ഈ ദൃശ്യങ്ങൾ കാണാം. ഇവരുടെ പരിക്ക് എത്രമാത്രമാണെന്ന്. ഈ കൈയും 2 ചെറുപ്പക്കാരുടെയും കൈയും കാലും ഒക്കെ മൊത്തം ഒരഞ്ഞിട്ടുണ്ട്. കണ്ണിന്റെ ഈ ആളുടെ കണ്ണിന്റെ ഭാഗത്തൊക്കെ നല്ല പരിക്കാണ് ഏറ്റിട്ടുള്ളത്. നമ്മൾ ജില്ലാ പോലീസ് മേധാവിയുമായി ഈ സംഭവത്തെ സംബന്ധിച്ച് അന്വേഷിച്ചിരുന്നു. വളരെ ഗൗരവത്തോടു കൂടി പോലീസ് ഈ വിഷയം നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സംഭവം നടന്നതിന് ശേഷം, അതായത് ഈ ചെറുപ്പക്കാരെ ആ ടാങ്കർ ഇടിച്ചു വീഴ്ത്തുന്നത് നേരെ ഹൈവേയിലേക്കാണ്. ഹൈവേയിൽ വീണ് ഒരാൾ ബോധരഹിതനാകുന്നു, മറ്റേയാൾ അരികിലേക്ക് ഗുരുതരമായ പരിക്കുകൾ, അതായത് ശരീരം മുഴുവൻ ഒരഞ്ഞിട്ടുണ്ട്. ഇവരുടെ വീഴുന്നവരെ പുറകെ നിന്ന് വന്ന വാഹനങ്ങൾ നിർത്തി എടുത്തതുകൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെടുന്നത്. അതിൽ ഒരാൾ ബോധരഹിതനായി എന്നുള്ളതാണ്. എന്തായാലും അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർ തന്നെ അവരുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കും. എന്തായിരുന്നു ഒന്ന് സംഭവിച്ചെന്ന് പറയുമോ? രാവിലെ ഞങ്ങൾ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ വാതിൽക്ക് തന്നെ മാലിന്യം അടിക്കുന്ന കണ്ട് നമ്മളതിൻ്റെ വീഡിയോ നമ്പർ പ്ലേറ്റ് കിട്ടാൻ വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ബാക്കിലെ നമ്പർ പൊതുവെ മറച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങി നമ്പർ എടുക്കാൻ നോക്കി. പക്ഷേ അത് അവർ കിട്ടിയില്ല. അവരുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മൂലം നമുക്ക് നമ്പർ കിട്ടിയില്ല. പുറകെ അവർ നമ്മളെ ഫോളോ ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ ഈ വലിയ കലൂർ അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗത്തായിരുന്നു, അത് റേഡിയോ സ്റ്റേഷന്റെ ഫ്രണ്ട് ഭാഗത്താണോ അവർ ഈ മാലിന്യം അടിച്ചത്? ഇത് സത്യം പറഞ്ഞാൽ വലിയൊരു ആ ഒരു ഏരിയ തന്നെയായിരുന്നു. എവിടെയാണ് അജിത്ത്? എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ കായംകുളം IDFCയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നിങ്ങൾ എല്ലാ ദിവസവും ഈ സമയത്താണോ ഇറങ്ങുന്നത്? അല്ല, തിങ്കളാഴ്ച. ഞങ്ങൾ വീക്കെൻഡിലാണ് വരുന്നത്. എല്ലാം മൺഡേ ഈ സമയത്ത് ഇറങ്ങുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു സോജുവിനായിരുന്നു അല്ലേ ബോധം ഉണ്ടായിരുന്നു? അജിത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു ഹൈവേയിലേക്ക് ഇടിച്ചു വീഴ്ത്തിയപ്പോ അല്ലേ? അതെ. ആദ്യം നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഇടിക്കാൻ ശ്രമിച്ചത്? എവിടെ വെച്ചാ? ആദ്യം ഏകദേശം ഒരു കോമലോട്ടിന് മുമ്പൊക്കെ ആയിട്ടാണ് ഇവന്മാര് വട്ടം വെച്ചത്. പാതിരപ്പള്ളി ജംഗ്ഷന് സമീപം അല്ലേ? മുമ്പായിട്ട് തന്നെ വട്ടം വെച്ചു. എന്നിട്ട് ഇടത്തെ സൈഡിൽ ഇരുന്ന ആൾ വടിയായിട്ട് ഇറങ്ങാനായിട്ട് പോയപ്പോൾ നമ്മൾ പിന്നെ അത് അപകടം വേണത്ത് വണ്ടി വിട്ടുപോയി. അവരെന്താ വിളിച്ചു പറഞ്ഞ? എന്താ അസഭ്യമായിരുന്നു? വണ്ടി നിർത്തറാന്ന് പറഞ്ഞ് തെറി പറയുകയായിരുന്നു. കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? കയ്യിൽ ലിവർ പോലത്തെ ഇരുമ്പൊടി പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നിങ്ങൾ വാഹനം നിർത്തിയില്ല അല്ലെ? അവർ സ്ലോ ചെയ്തപ്പോ നിങ്ങൾ കയറിപ്പോയോ? വട്ടം വെച്ചു. അപ്പൊ ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് നിന്നു. അപ്പൊ അവന്മാർ ഇറങ്ങുന്ന പോലെ തോന്നിയപ്പോൾ നമ്മൾ പിന്നെ വിട്ടുപോയി.
പിന്നെ ഭാരത് പെട്രോളിയം പമ്പോരന്മാർ നമ്മൾ ചേസ് ചെയ്തിട്ട് അവിടെ വെച്ചാണ് ഇടിച്ചിടുന്നത്. ഇടിക്കുമ്പോ എന്താ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? കാരണം എനിക്കൊന്ന് സോജുവിനാണല്ലേ ബോധം ഉണ്ടായിരുന്നത്? അതെ, നമ്മുടെ റൈറ്റ് സൈഡിൽ വന്നാണ് ഇടിക്കുന്നത്. ഹെഡ്ലൈറ്റ് ഇട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം മിററിൽ കൂടെ നോക്കിയപ്പോൾ വണ്ടിയൊന്നും കണ്ടില്ല. നോക്കുന്നുണ്ടായിരുന്നു വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഒന്നും കണ്ടില്ല. അപ്പോൾ ഇരുട്ടത്ത് വന്ന് ഇടിച്ചതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഹൈവേയിലേക്ക് വീണിട്ട് പിന്നീട് എന്താ സംഭവിച്ചത്? ഞാൻ വലത്തെ സൈഡിലോട്ട് വീണു, ഇവനും വണ്ടിയും കൂടെ ഇടത്തെ സൈഡിലോട്ട് വീണു. ഇവനപ്പം തന്നെ ബോധം പോയി. പിന്നെ ഹൈവേയുടെ നടുക്കാണ് വീണത്. വേറെ വണ്ടിയൊന്നും വരാഞ്ഞുകൊണ്ട് ഭാഗ്യത്തിന് കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നെ പുറകെ വന്നവരാണ് ആംബുലൻസിനൊക്കെ വിളിച്ചത്. ആള് കൂടി അപ്പോഴത്തേക്കും അവിടെ 4-5 പേര് കൂടി. എനിക്ക് ബോധമില്ല. പുള്ളി പിന്നെ അവര് നാട്ടുകാർ ചേർന്ന് ആംബുലൻസ് വിളിച്ച് ഞങ്ങളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അജിത്തിന്റെ ബോധം അപ്പൊ തന്നെ നഷ്ടപ്പെട്ടിരുന്നു അല്ലേ? നിങ്ങൾ എപ്പോഴാണ് പോലീസിൽ പരാതി നൽകിയത്? പോലീസിൽ പരാതി നൽകിയ ആക്ച്വലി ഇന്നലെയാണ്. ആശുപത്രിയിൽ പോയി ചികിത്സയിലായിരുന്നു അല്ലേ? അതാണ് നോർത്ത് പോലീസാണ് സജിത്ത് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ഇവരുടെ ശരീരം മുഴുവനും മുറിവാണ്. ഇതിനു മുമ്പും ഇത്തരം സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ആലപ്പുഴയിൽ നാരങ്ങാപ്പള്ളി, അതായത് തുമ്പോളിക്ക് തൊട്ട് മുമ്പായുള്ള ആ ഭാഗത്തും ഇതുപോലെ തന്നെ കക്കൂസ് മാലിന്യം അടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ നാട്ടുകാരും പറയുന്നത് സമാനമായ രീതിയിലുള്ള പരാതി തന്നെയാണ്. അതായത് ഇവരിപ്പോ പറയുന്നത് വണ്ടിയുടെ ലിവർ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ആദ്യം വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ വണ്ടി സ്ലോ ചെയ്ത സമയത്ത് ഇവർ രണ്ടുപേരും വാഹനമെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഭയന്നോടിയ ഇവരെ പിന്നീട് ആലപ്പുഴ പാതിരപ്പള്ളി തന്നെ തൊട്ടടുത്തുള്ള ESI ജംഗ്ഷന് സമീപം ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5-2 കിലോമീറ്ററോളം ഇവർ വാഹനം ഓടിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ വെച്ച് വീണ്ടും ഇവരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇടിക്കുന്ന സമയത്ത് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് വന്ന് ഇടിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ഇടിച്ചതിനു ശേഷം അജിത്ത് ബോധരഹിതനായി അവിടെ വീഴുന്നു. പിന്നീട് സോജുവിനാണ് അല്പം ബോധമുണ്ടായിരുന്നത്. സോജു ഇടിച്ച ഇടിയിൽ അജിത്ത് റോഡിന്റെ അരികിലേക്ക് വീഴുകയും വാഹനവുമായി അരികിലേക്ക് വീഴുകയും സോജു റോഡിന്റെ നടുക്ക് അതായത് ദേശീയപാതയുടെ നടുക്ക് വീഴുകയുമായിരുന്നു. ഭാഗ്യത്തിന് മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടും പിറകെ വന്ന ആളുകളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടതുകൊണ്ടും മാത്രമാണ് ഈ ചെറുപ്പക്കാർ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായും ഈ ഇടിച്ച ഇടിയിൽ അപ്പോൾ തന്നെ അജിത്തിന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. മറ്റു വാഹനങ്ങൾ ഇവർ വന്ന് ഇടിക്കാവുന്ന സാഹചര്യം. ആ ഒരു പുലർച്ചെ 5:40 സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ദേശീയപാതയിൽ അനുഭവപ്പെട്ടില്ല എന്നുള്ളതുമാണ്. പിറകെ വന്ന വാഹനങ്ങൾ നിർത്തി അവർ മറ്റു വാഹനങ്ങളെ നിയന്ത്രിച്ച് ഈ ചെറുപ്പക്കാരെ ആംബുലൻസിലേക്ക് കയറ്റി വിട്ടതുകൊണ്ട് മാത്രമാണ് ഇവർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഈ സംഭവം ഈ കക്കൂസ് മാലിന്യം അടിക്കുന്നത് തന്നെ പൂച്ചക്കലൊക്കെ കേന്ദ്രീകരിച്ചുള്ള ക്രിമിനൽ സെറ്റാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ ഊർജിതമായ അന്വേഷണം നോർത്ത് പോലീസ് ഈ സംഭവത്തിൽ നടത്തുന്നുണ്ട്. കാരണം ഗൗരവകരമായി തന്നെയാണ്. വധശ്രമത്തിനാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. കാരണം ഈ സംഭവം നടന്ന് ഒരുപക്ഷെ ആരുടെയും ശ്രദ്ധയിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഈ 2 ചെറുപ്പക്കാരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേനെ. എന്തായാലും കുടുംബവും വലിയ കുടുംബങ്ങൾ, അതായത് ഇരുവരുടെയും കുടുംബങ്ങളും വലിയ ആശങ്കയിലാണ്. കാരണം നമ്മുടെ നാട്ടിൽ പരസ്യമായി റോഡിൽ ഇടിച്ചു വീഴ്ത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതും വധശ്രമത്തിന് കൊലപ്പെടുത്തക്ക രീതിയിൽ പരസ്യമായാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിനെ വളരെ ഗൗരവത്തോടെ കാണുന്നു. ഈ വീട്ടുകാരും 2 കുട്ടികളുടെയും വീട്ടുകാരും വലിയ ആശങ്കയിൽ തന്നെയാണ്. കാരണം പരസ്യമായി ആക്രമിച്ചവർ ഇനി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്നുള്ള ആശങ്കയാണ് രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ 2 പേരും ഇപ്പോൾ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഉണ്ട്, അവധിയിലാണ്, ആരോഗ്യ പ്രശ്നമുണ്ട് എങ്കിൽ പോലും ഇവർക്ക് ആശങ്കയാണ്. ഇവർ നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും ആ ഭയം അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന സംഭവമാണ് സജിത്ത് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത്. ശരണ്യ, ഈ രാത്രിയുടെ മറവിൽ ഇങ്ങനെ മാലിന്യം തള്ളുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലും മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ആൾക്കാർക്ക് ഒരു ഗുണ്ടാ സംഘത്തിന്റെ സ്വഭാവത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും ഇത് ഗുണ്ടാ സംഘങ്ങളൊക്കെ ആവാം ഇത് കൊട്ടേഷൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് ഞെട്ടിക്കുന്ന സംഭവം എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മാലിന്യ നിക്ഷേപത്തിനെതിരെ പൊതുജനങ്ങളുടെ ശബ്ദം ഉയരണമെന്നത് സർക്കാരിൻ്റെ ഒരു പൊതു നിലപാടാണ്. അത്തരത്തിൽ 2 യുവാക്കൾ അതിനെ തടയാൻ ശ്രമിച്ചു. തങ്ങളുടേതായ രീതിയിൽ അതിനെ തടയുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും ശ്രമിക്കുമ്പോൾ ഇത്തരം വധശ്രമം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ തീർച്ചയായും അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവണം. ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ ഈ ഹൈവേ സൈഡുകളിലൊക്കെ വ്യാപകമായി രാത്രിയുടെ മറവിൽ ഇങ്ങനെ മാലിന്യം തള്ളുന്നവരുണ്ട്. അങ്ങനെ തന്നെയല്ലേ?
തീർച്ചയായിട്ടും ഇവിടെ ഈ പ്രധാനമായും AC റോഡിന്റെ അരികിലായിരുന്നു ഇത്തരത്തിൽ, അതായത് എറണാകുളം അടക്കമുള്ള പ്രദേശങ്ങളിലെ ഫ്ളാറ്റുകളിൽ നിന്നുള്ള മാലിന്യമാണ് ഇത്തരം സംഘങ്ങൾ ശേഖരിക്കുന്നത്. അതിനുശേഷം ഇവർ എടുക്കുന്നത് ഇത്തരത്തിൽ ആലപ്പുഴ അടക്കമുള്ള തൊട്ടടുത്തുള്ള ഗ്രാമാന്തരീക്ഷമുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് അവിടെ തള്ളുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ ചാർജാണ് ഈ സംഘങ്ങൾ ഈടാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെയാണ് ഇവരുടെ ഇത്തരം പരിപാടികൾ ആരംഭിക്കുന്നത്. അതായത് പുലർച്ചെ എത്തുന്നു, ഇവരുടെ ബാക്കിലെ നമ്പർ പ്ലേറ്റ് അല്ലേ, ബാക്കിലെ നമ്പർ പ്ലേറ്റ് മറച്ചാണ് വെക്കുന്നത്. പക്ഷെ ഫ്രണ്ടിൽ ഹൈ ബീമിൽ ലൈറ്റ് ഇട്ടേക്കും, വണ്ടി ഓഫ് ചെയ്യാറില്ല. എന്നിട്ട് 30 സെക്കൻഡൊക്കെയാണ് ഇവരിത് പുറന്തള്ളാനായി എടുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇത് AC റോഡിൽ നിരന്തരം ഇത് നടന്നുകൊണ്ടിരുന്നതാണ്. പിന്നീട് AC റോഡിൽ പാടശേഖരങ്ങളിലേക്ക് ഇത് ഇറക്കി ഇത്തരത്തിൽ മാലിന്യം തള്ളി തുടങ്ങിയതോടെ അവിടെ നിർമ്മാണ പ്രക്രിയ വന്നു. അതായത് AC റോഡിന്റെ നിർമ്മാണം പുരോഗമിച്ചതോടുകൂടി അവിടെ സ്ഥിരമായി ആളുകൾ ഉണ്ടാവാൻ തുടങ്ങി. അതോടുകൂടി AC റോഡ് ഏകദേശം ഉപേക്ഷിച്ച് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇത് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ദേശീയപാതയുടെ അരികാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാരങ്ങാപ്പള്ളിക്ക് സമീപമുള്ള ഇത് തുമ്പോളി ജംഗ്ഷന് സമീപമുള്ള ഈ പ്രദേശത്ത് നിരന്തരം ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ആളുകൾക്ക് ഭയമാണ്. അതായത് കയ്യിൽ ഇത്തരത്തിൽ ആയുധങ്ങളുമായാണ് ഇറങ്ങി നിൽക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. പുലർച്ചെ 3 മണിക്ക് ശേഷമാണ് ഇവർ ഈ ടാങ്കറുമായി ഇറങ്ങുന്നത്. എന്നിട്ട് ഓരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇത് തള്ളിയിട്ട് പോവുകയാണ്. ആളുകൾക്ക് പേടിയാണ്, അവർ ഭയക്കുന്നതിന്റെ നമ്മൾ സ്വാഭാവികമായും ഇവർ പ്രദേശത്തുള്ള ആളുകൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ദൃശ്യം ഒന്ന് ചിത്രീകരിച്ച് തരാൻ കഴിയുമോ എന്ന് നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. കാരണം പലപ്പോഴും അൺഎക്സ്പെക്ടഡ് ആയിട്ട് 30 സെക്കൻഡൊക്കെയാണ് ഇത് പുറത്തേക്ക് പുറന്തള്ളാനായി ഉപയോഗിക്കുന്നതാണ് പോലീസ് പറയുന്നത്. അത്രയും വേഗത്തിലാണ് വന്ന് ഇത് തള്ളിയിട്ട് അവർ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചിത്രീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ പറയുന്നത് ഇത് ചിത്രീകരിക്കാനായിട്ട് കഴിയില്ല, കാരണം ഞങ്ങൾക്ക് ഭയമാണ്, അവർ ആക്രമിക്കും എന്നുള്ളതാണ്. അവരുടെ ഒരു ശരീരഭാഷയും അവർ പറയുന്ന കാര്യങ്ങളും വിളിച്ചു പറയുന്ന ആളുകൾ ഭീഷണിപ്പെടുത്തലുകളും ഒക്കെ ആളുകൾ ഭയപ്പെടുന്നു. പക്ഷെ നമ്മൾ അത്രയും ഭയക്കേണ്ടതാണോ ഇത് എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോ കൃത്യം കാര്യം ബോധ്യമാണ്. എന്തായാലും ഇവരുടെ ദേഹത്തെ പരിക്കുകൾ, അതായത് ആ പരിക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല അവർ ചെയ്തൊരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇവരെ ഇടിച്ചിട്ടത് ഒരു ഇടറോഡിലോ മറ്റൊന്നുമല്ല, ദേശീയപാതയിൽ തന്നെയാണ് ഇടിച്ചിട്ടത്. എന്തും ഈ കുട്ടികൾക്ക് സംഭവിക്കാൻ കഴിയും എന്നുള്ളത് കൃത്യമായിരുന്നു. അതുതന്നെയാണ് ഈ കൈ അടക്കമുള്ള ഈ പരിക്കുകൾ കണ്ടോ സജിത്ത്, ഇത് ഇത്രയും പരിക്ക് ഇവർക്ക് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. അത് 2 പേർക്കും അത്രയും പരിക്കുണ്ട്. ഈ അജിത്തിന്റെയും മുഖമൊക്കെ മൊത്തം കരിനീലച്ച് കിടക്കുകയാണ്. ആ രീതിയിലാണ് ഉള്ളത്. കാലിൽ നല്ല മുറിവുണ്ട്, കാല് മുഴുവൻ ഒരഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അത്തരത്തിൽ ഇവർ ഇത്രയും ദിവസം ഇവർ ഭയന്നിരിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസ് ഉൾപ്പെടെ നിർബന്ധിച്ചതിന് ശേഷമാണ് ഇവരൊരു പ്രോപ്പറായ ഒരു പരാതിയുമായി രംഗത്ത് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇനി ഭയന്നിരുന്നിട്ട് കാര്യമില്ല, കാരണം തുടർ ദിവസങ്ങളിലും ഇവർ ആക്രമിക്കപ്പെടുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട്, ഇവരുടെ കുടുംബത്തിനുമുണ്ട്. എന്തായാലും അവർ ഇവരെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവരുടെ വീടിന്റെ സമീപത്തു നിന്ന് തന്നെയാണ് ഇവരെ ഹൈവേയിലേക്ക് കയറുന്ന ഭാഗം ഒക്കെ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം നല്ല മോണിറ്ററിംഗ് ആണ്, ചുറ്റും വരുന്ന വാഹനങ്ങളടക്കം. പിറകിന്ന് ഇവര് വാഹനം ഒന്നും നിർത്തിയല്ല ഈ ദൃശ്യം ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്, ഇവർ പോകുന്ന വഴിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യം വ്യക്തമല്ല. നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ ഇവർ അസഭ്യം പറയുന്നത് ഒഴിച്ച് വാഹനം കിടക്കുന്നത് കാണാൻ മനസ്സിലാക്കുന്ന അപ്പുറത്തേക്ക് നമ്പർ പ്ലേറ്റ് അടക്കമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമല്ല. പിറകിലുള്ള നമ്പർ പ്ലേറ്റ് അവര് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ഫ്രണ്ട് ഭാഗമാണ്. അത് ഫ്രണ്ട് ഭാഗം ഇവർ കയറ്റി ഇവരെ അതും കൂടെ ചിത്രീകരിക്കാൻ, വണ്ടി നിർത്തിയല്ല ഇവർ ചിത്രീകരിച്ചതെന്ന് ഓർക്കണം, വണ്ടിയിൽ പോകുന്ന വഴിക്ക് എടുക്കാനാണ് ശ്രമിച്ചത്. അത് വ്യക്തവുമല്ല. എന്നിട്ടാണ് ഇവരെ നോട്ട് ചെയ്യപ്പെടുകയും ഇവരെ ഫോളോ ചെയ്യപ്പെടുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഇവരെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഇറങ്ങി കയ്യിൽ വാഹനത്തിന്റെ ലിവർ ഉണ്ടായിരുന്നാണ് ഇവർ പറയുന്നത്. അത് വെച്ച് ഇവരെ ആക്രോശിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങാൻ സ്ലോ ചെയ്തപ്പോൾ ഇവർ വീണ്ടും അതിനിടയിൽ കൂടെ വണ്ടി വെട്ടിച്ച് ഇവർ രക്ഷപ്പെട്ടാണ് ഇവര് ഇപ്പോ പൂങ്കാവ് ജംഗ്ഷൻ വരെ അവർ ഓടിയെത്തിയത്. ഒരുപക്ഷെ ആ ജംഗ്ഷൻ വരെ ഓടിയെത്തി, അത്രയും ഭയപ്പാട് ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഓടിയെത്തി അവിടെ വെച്ചും അവർ അത്രയും ദൂരം അവർ പിന്തുടർന്ന് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇത്തരത്തിൽ പ്രതികരിക്കാൻ പൊതുജനത്തിനെ ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം അടക്കം കൊണ്ട് പുറന്തള്ളാൻ അതൊരു ഗുണ്ടാ സംഘം തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ